അപ്പൊ നമ്മൾ ഷവർമയിലാണ്. ഷവർമയിൽ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഷവർമയിലാട്ടോ. അപ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാൻ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ മെനു ബോർഡ് ഡിസ്പ്ലേ ചെയ്യാം. ഇവിടുത്തെ റാവത്ത് സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിരുന്നപ്പോൾ തന്നെ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഞങ്ങൾക്ക് ഇല കിട്ടി. പിന്നെ അച്ചാർ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ബിരിയാണി വേഗം ഫാസ്റ്റായി കിട്ടി. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. റാവത്ത് സ്റ്റൈൽ ബിരിയാണി ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്യൂ. പിന്നെ അവിടെ അൺലിമിറ്റഡ് ആണ് കേട്ടോ റൈസ്. അപ്പോൾ ഞാൻ ചിക്കൻ ചില്ലിയും റൈത്തയും അച്ചാറും എല്ലാം കൂടി കഴിച്ചു നോക്കിയപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. വെറുതെ കഴിക്കുകയാണ് കൂടുതലും ചിക്കൻ ബിരിയാണി ടേസ്റ്റ്. ചിക്കൻ പീസില്ലാതെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ചില്ലി വെച്ചിട്ട് കഴിക്കുമ്പോൾ അതിനും വലിയ ടേസ്റ്റായിരുന്നു. ഇതിന് ഒരു സൂപ്പർ ടേസ്റ്റിന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അച്ചാറും സാലഡും എല്ലാം കൂടി വെച്ച് കഴിക്കുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അൺലിമിറ്റഡ്. ഇനി നമുക്ക് അച്ചുവിൻ്റെ അടുത്ത് ചോദിക്കാം എന്താണ് അഭിപ്രായം. അപ്പൊ ഗൈസ് എനിക്ക് ഇഷ്ടമായിട്ടോ ഗൈസ്. എനിക്കും എൻ്റെ ചേച്ചിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ പേഴ്സണലി അച്ചുവിന് ഇഷ്ടമായ കാരണം ചില്ലി ചിക്കൻ തന്നെയാണ്. അച്ചുവിന് ചില്ലി ചിക്കൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കായ്ച്ചാറ് പേഴ്സണലി എനിക്ക് ഇഷ്ടമായില്ല. കായ്ച്ചാറും ബിരിയാണിയും കൂടി കഴിച്ചപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഇല്ല. എനിക്കെന്തോ ആ ടേസ്റ്റ് എനിക്ക് പിടിച്ചില്ല. അപ്പം ഞാൻ കായ്ച്ചാറ് മാറ്റി വെക്കുക ചെയ്ത് വെറുതെ റൈസും അച്ചാറും സാലഡും കൂടി കഴിക്കുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളുടെ വീഡിയോ വേണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു. അടുത്ത വീഡിയോ ഞങ്ങൾ വീണ്ടും വരും. ബൈ.